ഹായ് പ്രൊഫസർ മക്കളെ, നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് എക്സാം നാളെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ ആണ്. നിങ്ങൾ എങ്ങനെ സെക്കൻഡ് ലാംഗ്വേജിന് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ 100ൽ 100 മാർക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജിൽ വാങ്ങാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു തരാം. 10ാം ക്ലാസ്സിൽ നിങ്ങൾ എജുപോണിൻ്റെ ക്ലാസ് കണ്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ പല സമയങ്ങളായി നിങ്ങൾ എജുപോണിൻ്റെ ക്ലാസ് കണ്ടവരാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് ടീച്ചേഴ്സ് എജുപോട്ടിൻ്റെ പ്ലാറ്റ്ഫോമിലുണ്ട്. നിങ്ങൾക്കറിയാം, മലയാളത്തിലാണ് ജെയ്സൺ എന്നാണ് പലരും വിളിക്കാറ്. അറബിയാണ് ഷഹീർ സാർ, കിങ് ഓഫ് അറബി എന്ന് പറയാം. ഹിന്ദി പവർഫുൾ ധീരുഭായ് എന്ന് പറയുന്ന നമ്മുടെ ധീരജ് സാർ ഉണ്ട്. സാൻസ്കൃത് ആണെങ്കിൽ ശ്രീനിവാസൻ സാർ ഉണ്ട്. ഉറുദു ആണെങ്കിൽ നമ്മുടെ മിഥിലാജ് സാർ ഉണ്ട്. 10ാം ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ച അതേ പേര് തന്നെയാണ് നമ്മുടെ +1 എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ലാംഗ്വേജ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് അവരെ കണ്ട് പരിചയിച്ചവരാണ്, അവരെ ലെവൽ നിങ്ങൾക്ക് അറിയാം. അവർ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി തന്നിരിക്കും കേട്ടോ. ഇനി ഫുൾ മാർക്ക് വാങ്ങാൻ മറ്റേ കാര്യം ശ്രദ്ധിക്കേണ്ട, അത് ഞാൻ പറഞ്ഞുതരാം. നോക്കിയോ, സെക്കൻഡ് ലാംഗ്വേജ് എക്സാം എഴുതുമ്പോൾ ആദ്യത്തെ പ്രശ്നം നിങ്ങൾ നേരിടാൻ പോകുന്നത് എഴുതാൻ അറിയാത്തതാണ്. പല കുട്ടികൾക്കും തീരെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ സെലക്ട് ചെയ്ത മലയാളമാണ്, മലയാളത്തിൽ അക്ഷരങ്ങൾ അറിയില്ല, എഴുതാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ വലിയ പ്രശ്നമാണ്. എക്സാമിൻ്റെ തലേ ദിവസം നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ അക്കൂട്ടർ എന്ത് ചെയ്യുക, കഴിയുന്ന പരിധി പോലെ നോക്കുക. ബാക്കി മെജോറിറ്റി പേർക്കും അത്യാവശ്യം എന്ത് ചെയ്യുക, വായിക്കാൻ അറിയാം, എന്നാൽ എഴുതി വലിയ ശീലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് എഴുതാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, കുറച്ചെങ്കിലും നിങ്ങൾ എഴുതി നോക്കുക. വെറും എജുപോണിൻ്റെ ക്ലാസ് കാണാതെ ആ ക്ലാസ്സിൻ്റെ കൂടെ കുറച്ചെങ്കിലും ഒരു ഹെഡിങ്ങോ ഫോർമാറ്റോ ഒരു അത്യാവശ്യം ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതി നോക്കുക. കാരണം നമുക്കൊരു ചെറിയൊരു എക്സ്പീരിയൻസ് നല്ലതല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മസിൽ മെമ്മറി വരും. നാളെ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യും, നല്ല വൃത്തിയിൽ എഴുതി വരും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ കുറേ കാലത്തിന് ശേഷം മലയാളം എഴുതുന്നത്. അപ്പോൾ സാറേ കൈയക്ഷരം അത്ര അടിപൊളിയായിട്ടില്ല, എന്നാൽ ഇന്ന് രാത്രി കുറച്ചൊക്കെ ഒന്ന് എഴുതി നോക്കിയാൽ നാളെ രാവിലത്തേക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ചില അക്ഷരങ്ങൾക്കൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ട് ചില തെറ്റുകൾ വരുന്നതൊക്കെ നാളെ തിരുത്താൻ പറ്റും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണേ. എഴുതി ഒന്ന് ഇന്ന് ചെറുതായിട്ടൊന്ന് ശ്രമിക്കുക. മറ്റൊന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുക എന്നുള്ളത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള കാര്യമാണ്. എത്ര അറിവുള്ള ആൾക്കാരാണെങ്കിലും ലാംഗ്വേജ് എഴുതുന്ന സമയത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ സ്പെല്ലിംഗ് ആയിട്ടും അതേപോലെ ഗ്രാമറായിട്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലാണ്ട് ബോധർ ചെയ്യേണ്ട. കാരണം ടീച്ചേഴ്സ് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആർക്കും 100ൽ 100 ഒന്നും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു ലാംഗ്വേജിന് 100ൽ 100 ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, വള്ളി പുള്ളി ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് നൈസിൽ എന്ത് ചെയ്യാറാണ്, കണ്ണടച്ച് വിടാറാണ്. പൊതുവേ ലിബറൽ ആയിട്ടുള്ള ഒരു വാല്യുവേഷനാണ്. ഈ വർഷം അങ്ങനെ ആയിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. വേഗം പ്രാർത്ഥിക്കാം, വീഡിയോ പോസ്റ്റ് ചെയ്ത് വേഗം പ്രാർത്ഥിക്കും. എടാ, അപ്പോൾ ലാംഗ്വേജിൽ ഗ്രാമർ മിസ്റ്റേക്സും സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ടീച്ചേഴ്സ് അത് മാർക്കെങ്കിൽ അതിന് മാർക്ക് കുറയ്ക്കുന്ന ഒരു പ്രവണത വളരെ കുറവാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലാണ്ട് ബോധർ ചെയ്യേണ്ട. എന്നാലും മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എഴുതി കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, വലിയ ബ്ലണ്ടറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തുക കേട്ടോ. പിന്നെ ഒരു കാൻ്റെ ഒരു ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഒരു കാക്ക് വരെ മറ്റൊരു കായ് അല്ലേ, മറ്റേ പാക്ക് വരെ വേറൊരു ഭായ് പോയി, അതിൻ്റെ പ്രശ്നം വരും. താക്ക് വരെ വേറെ ധായ്, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ ലാംഗ്വേജ് ബേസിൽ പ്രശ്നമാണെങ്കിലും മാർക്കിനും വല്ലാണ്ട് ബാധിക്കാറുണ്ട് കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട. മറ്റൊന്നാണ് ടൈം മാനേജ്മെൻറ്റ്. മക്കളെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നത്. സെക്കൻഡ് ലാംഗ്വേജ് 80 മാർക്കായതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ എഴുതാണ്ട് 8 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം നല്ലവണ്ണം അറിയാം, നന്നായിട്ട് കത്തിയടിക്കും. നന്നായി കത്തിയടിക്കും. അച്ഛൻ മോക്ക് ഇരുന്ന കത്തിൽ അച്ഛൻ എല്ലാ വിശേഷങ്ങളൊക്കെ എഴുതി ഫുള്ള് ലെങ്ത് എഴുതി 2 പേജ് കത്തെഴുതും. എന്നിട്ട് എന്താ സംഭവിക്കുക, എക്സാമിൻ്റെ അവസാനമാകുന്ന സമയത്ത് ഒരു അരമണിക്കൂറിൽ 10 ചോദ്യം ചെയ്യാണ്ട് ആകെ കൊളാക്കും. ആ 10 ചോദ്യം കൊളാക്കും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു മിനിമം സാധനം ഉണ്ട്. ഫോർ എക്സാമ്പിൾ 8 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേജാണ് അല്ലെ, എങ്ങനെ എഴുതേണ്ടത് നമ്മുടെ ടീച്ചേഴ്സ് കറക്റ്റ് ലൈവിൽ പഠിപ്പിച്ചു തരും. ആ ഫോർമാറ്റിന് വേണ്ട മിനിമം കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺക്ലൂഡ് ചെയ്യുക. ഒരു ലെറ്റർ ആണെങ്കിൽ ലെറ്ററിൽ തുടക്കം ഇവിടെ ആയിക്കഴിഞ്ഞാൽ നിർത്തുക. ഇവിടെ വല്ലാണ്ട് ഒരുപാട് കുത്തിക്കയറ്റി കഥ ചോദിച്ച് വിശേഷം ചോദിച്ച് ലെങ്ത് കൂട്ടേണ്ട സമയവും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കളയണ്ട കേട്ടോ. ഒരു മിനിമം ആയിക്കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾക്ക് ആ ചോദ്യം അവസാനിപ്പിച്ച് അടുത്ത ചോദ്യത്തോട്ട് പോകാം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിലക്കാരെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പുറത്തൊരാൾ അയാൾ എന്ത് ചെയ്യുന്നു, അവരും പഠിക്കുന്നില്ല, അവന് എഴുതുന്നില്ല അല്ലേ, അവരും അവിടെ ടെൻഷൻ അടിച്ചിക്കുക, അതിനൊന്നും നിൽക്കണം, നിങ്ങൾ എഴുതിക്കുക കേട്ടോ. ഒരു ഫ്ലോ അല്ല വേണ്ട ഈ ടൈമിൻ്റെ കേസിൽ. ഇനി അടുത്തതാണ് ഫോർമാറ്റ്സ് അറിയാത്ത പ്രശ്നം. അതായത് ഇപ്പോൾ ലെറ്ററാണ് ലെറ്റർ, അറിയിപ്പാണ് അറിയിപ്പ്, പരസ്യമാണ് പരസ്യം, അങ്ങനെ കുറച്ച് ഫോർമാറ്റ് ഡിസ്കോഴ്സ് ഒക്കെ ഉണ്ടാവും. അതറിയാത്തത് വലിയ പ്രശ്നമാണ്. അത് ലൈവിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് മുഴുവൻ കവർ ചെയ്തു കേട്ടോ. മുഴുവൻ ഫോർമാറ്റ് ലൈവിൽ കവർ ചെയ്യും. ഒറ്റ ലൈവിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മറ്റൊന്നാണ് ചാപ്റ്റർ സമ്മറി അറിഞ്ഞില്ല പണി കേട്ടോ. അത് വലിയ പ്രശ്നമാണ്. കാരണം നമുക്ക് പഠിക്കാനുള്ള ഉള്ളടക്കം, അതിലുള്ള ക്യാരക്ടേഴ്സ്, ചാപ്റ്റേഴ്സ് എഴുതിയതായിരുന്നൊന്നും അറിഞ്ഞില്ല പണിയാണ്. കാരണം പെട്ടെന്ന് നമ്മളോട് പറയും, ഒരു എക്സാമ്പിൾ പറയാം, അപ്പു ഈ സന്ദർഭത്തിൽ കിട്ടുവിന് എഴുതിയ കത്ത് നിങ്ങളോട് എഴുതാൻ പറയും. അത് നിങ്ങൾക്ക് അപ്പു അറിയില്ല, കിട്ടു വരാന്നുള്ള ആ സന്ദർഭം എന്താ അറിയില്ല. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. അപ്പോൾ
അത് ആകെ പണി പാടില്ല. അങ്ങനെയാണ് നമ്മൾ എഴുതും, അപ്പു എഴുതും, അപ്പു അല്ലേ, നമ്മളിങ്ങനെ ഫോർമാറ്റ് ലെറ്റർ ആണെങ്കിൽ ലെറ്ററിന് ഫോർമാറ്റ് എഴുതും, അപ്പു സുഖമല്ലേ, എന്തൊക്കെയുണ്ട്, നീ ഫുഡ് അല്ലേ, നീ ഉത്സവത്തിന് പോയതൊക്കെ വെറുതെ തള്ളി വിടുക എന്നല്ല, വേറെ രക്ഷയില്ലല്ലോ. ആ സന്ദർഭം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റൂല, അപ്പോൾ അതിൻ്റെ മാർക്ക് നഷ്ടപ്പെടൂലേ. അപ്പോൾ ചാപ്റ്റർ സമ്മറി അറിയില്ല ടീച്ചേഴ്സിന് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് പഠിച്ചു കേട്ടോ, വലിയ പണിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പഠിക്കാം. എജുബോർഡ് നിങ്ങൾക്ക് വളരെ ഷോർട്ടായുള്ള നോട്ട്സ് മൈക്രോബിറ്റ് സ്റ്റൈലിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി സെൻഡ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ ജോയിൻ ചെയ്യാം കേട്ടോ, അതിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും കൂടി സെൻഡ് ചെയ്തുതരാം. ഇനി മറ്റൊന്നാണ് ചാപ്റ്റർ സമ്മറി. നമ്മൾ റെക്കോർഡ് വീഡിയോ ലൈവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും പറ്റും. അപ്പം മുഴുവൻ ചാപ്റ്റർ സമ്മറിയും വളരെ സിമ്പിളായിട്ട് മലയാളം, ഹിന്ദി, അറബിക്, സാൻസ്ക്രിറ്റ്, ഉറുദു നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഉണ്ട് കേട്ടോ, ചാപ്റ്റർ സമ്മറി അവിടെ ഉണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. ഇന്ന് രാത്രി ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ 5 സബ്ജക്ട്സ് ആണ് മലയാളം, അറബിക്, ഹിന്ദി, സാൻസ്ക്രിറ്റ് ആൻഡ് ഉറുദു ആണ്. ബാക്കി സബ്ജക്ട്സ് നമുക്ക് തൽക്കാലം നമുക്ക് റിസോഴ്സസ് കുറവായതുകൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി ഫ്യൂച്ചറിൽ +2 ആ സമയത്ത് നിങ്ങൾക്കറിയാം ഫ്രഞ്ചോ സിറിയക്കോ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മേ ബി നെക്സ്റ്റ് ഇയറിലൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ലൈവ് ലിങ്ക്സ് താഴെ ഉണ്ട്, നിങ്ങൾ ലൈവിൽ വരുന്നു പ്രതീക്ഷിക്കുന്നു. ഷുവർ ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുന്നു വിചാരിക്കുന്നു. സോ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.